തൃശൂർ ജില്ലയിലെ മണ്ണുത്തി മുതൽ അങ്കമാലി വരെയുള്ള ദേശീയപാത നിർമ്മാണ അഴിമതിയിൽ പാലിയേക്കര ടോൾ പിരിക്കുന്ന കമ്പനിക്കും ദേശീയപാത അധികൃതർക്കുമെതിരെ സിബിഐ കേസെടുത്തു. 102.44 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് സിബിഐ കണ്ടെത്തിയത്. കേസിൽ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വിക്രം റെഡ്ഡി ഒന്നാം പ്രതിയാണ്. കമ്പനിയുടെ MD വിക്രം റെഡ്ഡി ദേശീയപാത അതോറിറ്റി അധികൃതരുമായി ഗൂഢാലോചന നടത്തി സർക്കാരിന് നഷ്ടമുണ്ടാക്കിയതായി സിബിഐയുടെ കണ്ടെത്തൽ. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാതെ അനധികൃതമായി ടോൾ പിരിച്ചതായും നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ വീഴ്ച വരുത്തിയതായും സിബിഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ ക്രമക്കേടാണ് സിബിഐയുടെ കേസിന് ഇടയാക്കിയത്. 2002 ദേശീയപാത അതോറിറ്റി കരാർ നൽകിയത്. KMC കൺസ്ട്രക്ഷൻ ലിമിറ്റഡിനും SREI ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ലിമിറ്റഡിനുമാണ് കരാർ ലഭിച്ചത്. ഇവർ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കുമുള്ള ഉപകരാർ നൽകി. എന്നാൽ 2006 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കരാറിലെ വ്യവസ്ഥകൾ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പാലിച്ചിട്ടില്ല എന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. നിർമ്മാണ കരാറിന്റെ വ്യവസ്ഥകളുടെ ഭാഗമായാണ് പാലിയേക്കരയിൽ ടോൾ പിരിക്കാനുള്ള അനുമതി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് നൽകിയത്. ഈ അനുമതി അനധികൃതമാണെന്നാണ് സിബിഐയുടെ FIRൽ പറയുന്നത്. പാലക്കാട് ദേശീയപാത അതോറിറ്റി ഓഫീസിലെ ഉദ്യോഗസ്ഥനും പ്രതിപട്ടികയിലുണ്ട്. കൊച്ചി CBI യൂണിറ്റിലെ ഇൻസ്പെക്ടർ NR സുരേഷാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്.